20 കൊല്ലമായി ഞാൻ ഈ സ്റ്റിയറിംഗ് പിടിക്കാൻ തുടങ്ങിയിട്ട്. പേര് രാമനാഥൻ. ഹൈ റേഞ്ചിൽ, പ്രത്യേകിച്ച് ഈ ഇടുക്കി ജില്ലയിലെ മിക്ക റൂട്ടുകളിലും രാവും പകലും വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ പണി. തുടക്കത്തിൽ ഒരു അംബാസഡർ കാറായിരുന്നു, പിന്നെ ടവേരയായി, ഇപ്പോഴൊരു സ്വിഫ്റ്റ് ഡിസയറാണ് വണ്ടി. ഈ 20 വർഷത്തിനിടയിൽ ഞാൻ കാണാത്ത രാത്രികളില്ല, കൊണ്ടുപോകാത്ത യാത്രക്കാരില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, രാമനാഥ, ഈ പാതിരാത്രിക്ക് കാട്ടിലൂടെയും മലഞ്ചെരുവിലൂടെയും ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ നിനക്ക് പേടിയാകില്ലേ എന്ന്. എനിക്കെപ്പോഴും ചിരിയാണ് വരിക. കാരണം എനിക്ക് ഈ പ്രേതം, പിശാച്, യക്ഷി എന്നൊക്കെയുള്ള സാധനങ്ങളിൽ ഒരു തരി പോലും വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മുന്നിലെ റോഡിലും എൻ്റെ വണ്ടിയുടെ ബ്രേക്കിലും പിന്നെ എൻ്റെ കണ്ണുകളിലുമാണ്. എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ രാത്രിയിൽ പേടിക്കേണ്ടത് മനുഷ്യരെ തന്നെയാണ്. കള്ളു കുടിച്ചുകൊണ്ട് വണ്ടിക്ക് കുറുകെ ചാടുന്നവന്മാരുണ്ട്. വളവുകളിൽ ഡിമ്മടിക്കാതെ വന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന ലോറിക്കാരുണ്ട്. പിന്നെ ചിലപ്പോൾ റോഡിന് നടുക്ക് നിൽക്കുന്ന കാട്ടുപന്നിയോ കാട്ടാനയോ ഒക്കെ ഉണ്ടാകും. അല്ലാതെ വെള്ളസാരി കൊടുത്ത് ചോരയൊലിപ്പിച്ചു വരുന്ന കഥകളൊന്നും എൻ്റെ പുസ്തകത്തിലില്ല. എത്രയോ രാത്രികളിൽ വണ്ടി കേടായി കാടിന് നടുക്ക് കിടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ടയർ മാറ്റിയിട്ടും ബോണറ്റ് തുറന്ന് പണിതിട്ടും എനിക്കൊരു ചുക്കും തോന്നിയിട്ടില്ല. എൻ്റെ ധൈര്യം നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് എത്ര പാതിരാത്രിക്ക് എമർജൻസി ഓട്ടം വന്നാലും എന്നെയാണ് വിളിക്കാറ്. ആശുപത്രി കേസോ മരണമോ എന്തോ ആകട്ടെ, രാമനാഥൻ്റെ വണ്ടി റെഡിയായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ ഡിസംബർ മാസം വരുന്നത്. ഇടുക്കിയിൽ പൊതുവെ ഡിസംബർ ആയാൽ നല്ല തണുപ്പാണ്. പോരാത്തതിന് ആ വർഷം നല്ല മഴയും. ഇടവിട്ട് പെയ്യുന്ന തണുത്ത മഴ. രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ആളനക്കം കാണില്ല. കോടമഞ്ഞ് ഇറങ്ങിത്തുടങ്ങിയാൽ പിന്നെ മുന്നിൽ പോകുന്ന വണ്ടി പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ ഒരു ദിവസമാണ് എനിക്ക് എറണാകുളത്തേക്കൊരു ഓട്ടം കിട്ടിയത്. നാട്ടിലെ ഒരു മുതലാളിയെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടണം. രാത്രി 9 മണിക്ക് തിരിച്ച യാത്രയാണ്. അവിടെ കൊണ്ടുവിട്ടിട്ട് തിരികെ വരാൻ തുടങ്ങുമ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞിരുന്നു. തിരിച്ചുള്ള യാത്ര ശരിക്കും മടുപ്പിക്കുന്നതായിരുന്നു. കാരണം മഴയുടെ ശക്തി കൂടി വരികയായിരുന്നു. മൂവാറ്റുപുഴയും തൊടുപുഴയും പിന്നിട്ട് ഹൈ റേഞ്ചിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല കോടമഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്നു. വണ്ടിയുടെ ഫോഗ് ലാമ്പ് ഇട്ടിട്ട് പോലും മുന്നിൽ 10 അടി ദൂരം കാണാൻ പറ്റാത്ത അവസ്ഥ. മഴവെള്ളം വീണ് റോഡ് മുഴുവൻ കറുത്തിരുണ്ട് കിടക്കുകയാണ്. വൈപ്പർ ഏറ്റവും കൂടിയ സ്പീഡിലിട്ടിട്ടും ഗ്ലാസ്സിലെ വെള്ളം തെറിച്ചു പോകുന്നില്ല. പുറത്തു നല്ല തണുപ്പുള്ളത് കൊണ്ട് ഞാൻ വണ്ടിയുടെ ഗ്ലാസ്സുകളെല്ലാം കയറ്റിയിട്ട് AC ചെറിയ രീതിയിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഗ്ലാസ്സിൽ ഫോഗ് അടിക്കാതിരിക്കാൻ ഹീറ്ററും അത്യാവശ്യം ഓണാക്കി. വണ്ടി ഇങ്ങനെ പതിയെ ഹെയർ പിൻ വളവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എതിരെ ഒരു വണ്ടി പോലും വരുന്നില്ല. റോഡിൻ്റെ ഒരു വശത്ത് വലിയ കൊക്കയാണ്, മറുവശത്ത് കാടും കരിമ്പാറകളും. എനിക്ക് ഈ റോട്ട് മനഃപ്പാടമുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മഴത്തുള്ളികളിൽ തട്ടി ചിതറുന്നത് നോക്കി ഞാൻ പതുക്കെ ഗിയറുകൾ മാറ്റി വണ്ടി ഓടിച്ചു. പാട്ട് വെക്കാൻ തോന്നിയില്ല. മഴയുടെ ശബ്ദം വണ്ടിയുടെ മേൽക്കൂരയിൽ വീഴുന്ന ആ ഒരു പ്രത്യേക താളം മാത്രം കേട്ട് അങ്ങനെ പോവുകയാണ്. മനസ്സ് ശൂന്യമായിരുന്നു. വീട്ടിലെത്തിയാൽ ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് ഉറങ്ങണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എൻ്റെ 20 വർഷത്തെ ധൈര്യം മുഴുവൻ ചോർത്തിക്കളയുന്ന ഒരു സംഭവം ഇനി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണെന്ന്. റോഡ് ഒരു വലിയ വളവ് തിരിഞ്ഞ് നീളത്തിൽ കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് കയറി. അവിടെ വെളിച്ചം തീരെ കുറവായിരുന്നു. മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കാറ്റ് നന്നായി വീശുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ ടയറുകൾ വെള്ളം തെറിപ്പിച്ച് പോകുന്ന ശബ്ദം മാത്രം കേൾക്കാം. ആ വളവ് കഴിഞ്ഞുള്ള കയറ്റത്തിലാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. കയറ്റം കയറി തുടങ്ങിയപ്പോൾ എൻ്റെ വണ്ടിയുടെ ലൈറ്റ് കുറച്ച് ദൂരേക്ക് വീണു. റോഡിൻ്റെ ഇടതുവശത്ത് വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലായി ഒരാൾ നിൽക്കുന്നു. പാതിരാത്രി, കനത്ത മഴ, യാതൊരു വണ്ടിയുമില്ലാത്ത വഴി. സാധാരണഗതിയിൽ ആരും വണ്ടി നിർത്താൻ മടിക്കുന്ന സമയം. പക്ഷേ എനിക്കത് കണ്ടിട്ട് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ഹൈ റേഞ്ചിൽ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ബസ് കിട്ടാതെ കുടുങ്ങിപ്പോയ തോട്ടം തൊഴിലാളികളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പണിക്ക് പോയിട്ട് വഴിയിൽ പെട്ടുപോയ സാധാരണക്കാരോ ആയിരിക്കും. ഒരു കുടം പോലുമില്ലാതെ അയാൾ ആ മഴയത്ത് നനഞ്ഞു കുതിർന്ന് നിൽക്കുകയായിരുന്നു. വണ്ടി അടുത്തേക്ക് എത്തുമ്പോഴാണ് ഞാൻ അയാളെ കൂടുതൽ വ്യക്തമായി കാണുന്നത്. ഒരു സാധാരണ മധ്യവയസ്കൻ, കള്ളിമുണ്ടും ഒരു മങ്ങിയ ഷർട്ടുമാണ് വേഷം. മഴ നനഞ്ഞ് വസ്ത്രമെല്ലാം ദേഹത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. തണുപ്പ് കൊണ്ട് അയാൾ ചെറുതായി വിറയ്ക്കുന്നുമുണ്ടായിരുന്നു.
ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അയാളുടെ കയ്യിലുള്ള ഭാരമുള്ള ഒരു ചാക്ക് സഞ്ചിയായിരുന്നു. പ്ലാസ്റ്റിക് ചാക്കിൽ എന്തോ സാധനം നിറച്ച് വെച്ചിരിക്കുന്നത് പോലെ. അയാൾ എന്നെ നോക്കി കൈ കാണിച്ചില്ല. പക്ഷേ വണ്ടി കണ്ടപ്പോൾ ഒരു പ്രതീക്ഷയോടെ അല്പം മുന്നോട്ടാഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. മനുഷ്യത്വം വെച്ച് നോക്കുമ്പോൾ ആ പാതിരാത്രിക്ക് ഒരാളെ ആ മഴയത്ത് നിർത്തിയിട്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഞാൻ വണ്ടി പതിയെ ബ്രേക്ക് ചെയ്ത് അയാളുടെ അടുത്ത് നിർത്തി. കോ ഡ്രൈവർ സീറ്റിൻ്റെ വശത്തെ ഗ്ലാസ് ഞാൻ കുറച്ചൊന്ന് താഴ്ത്തി. അപ്പോൾ അയാൾ ചോദിച്ചു, കുരുതിക്കളം കവല വരെ ഒന്ന് പോകാമോ? കുറേ നേരമായി നിൽക്കുന്നു, ഒരു വണ്ടിയുമില്ല. അയാളുടെ ശബ്ദം നല്ല സാധാരണമായിരുന്നു. ഒരു നാടൻ കർഷകൻ്റെ ശബ്ദം. കുരുതിക്കളം കവല അവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ പോകുന്ന വഴിയിൽ തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. അയാൾ വണ്ടിയുടെ പിൻവശത്ത് ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ആ ചാക്ക് സഞ്ചി ഡിക്കിയിൽ വെച്ചോളൂ, സീറ്റ് നനയുണ്ട്. അയാൾ അത് കേട്ട് പിന്നിലേക്ക് നടന്നു. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങാതെ തന്നെ ഡിക്കി തുറന്നു കൊടുത്തു. അയാൾ ആ സഞ്ചി ഡിക്കിയിലേക്ക് വെച്ചപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. എന്തോ വലിയ ഭാരമുള്ള സാധനമാണ് അതിൽ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. വണ്ടിയുടെ പിൻഭാഗം ഭാരം കാരണം ചെറുതായി ഒന്ന് താഴേക്ക് അമരുന്നത് ഞാൻ അറിഞ്ഞു. ഡിക്കി അടച്ചതിന് ശേഷം അയാൾ വന്ന് പിൻസീറ്റിൽ കയറി ഡോർ അടച്ചു. അയാൾ കയറിയ ഉടനെ വണ്ടിക്കുള്ളിലാകെ ഒരു തണുത്ത കാറ്റടിച്ചതുപോലെ തോന്നി. നനഞ്ഞ തുണിയുടെയും മഴവെള്ളത്തിൻ്റെയും ഒരു പ്രത്യേക മണം വണ്ടിക്കുള്ളിൽ നിറഞ്ഞു. അയാൾ സീറ്റിലിരുന്നതും വണ്ടിയുടെ ഗ്ലാസുകളിലെല്ലാം പെട്ടെന്ന് കോടയടിക്കാൻ തുടങ്ങി. അയാളുടെ വസ്ത്രങ്ങളിലെ വെള്ളം കാരണം വണ്ടിക്കുള്ളിൽ താപനില മാറിയതാകാം. ഞാൻ ഉടനെ AC-യുടെ കൂളിംഗ് കുറച്ച് ഹീറ്റർ കുറച്ചുകൂടി കൂട്ടിയിട്ടു. എന്നിട്ടും പുറകിലെ ഗ്ലാസ്സിലും എൻ്റെ റിയർ വ്യൂ മിററിലും മഞ്ഞ് മൂടിയ പോലെ തന്നെ കിടന്നു. റിയർ വ്യൂ മിററിലൂടെ നോക്കിയാൽ പുറകിലിരിക്കുന്ന ആളുടെ ഒരു അവ്യക്തമായ രൂപം മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മുഖം തീരെ വ്യക്തമായിരുന്നില്ല. വണ്ടി മുന്നോട്ടെടുത്തു. മഴ വീണ്ടും കനത്തു. റോഡിലെ വെള്ളക്കെട്ടുകളിലൂടെ വണ്ടി ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. പുറത്ത് കനത്ത ഇരുട്ടും കാറ്റും. ഉള്ളിൽ വണ്ടിയുടെ എഞ്ചിൻ ശബ്ദവും വൈപ്പറിൻ്റെ ശബ്ദവും മാത്രം. ഞാൻ വണ്ടി ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. അയാൾ പുറകിൽ വളരെ ശാന്തനായി ഇരിക്കുകയായിരുന്നു. ഒരു അനക്കവുമില്ല. സാധാരണ എൻ്റെ വണ്ടിയിൽ കയറുന്നവർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ നിശബ്ദത എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അയാളോട് സംസാരിക്കാൻ തീരുമാനിച്ചത്. ആ സംസാരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒന്നായി മാറുമെന്ന് ഞാൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. വണ്ടി ഹെയർപിൻ വളവുകൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റിയർ വ്യൂ മിററിലൂടെ നോക്കിയെങ്കിലും ഗ്ലാസിൽ വീണ മഞ്ഞ് കാരണം അയാളുടെ രൂപം ഒരു നിഴൽ പോലെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ പതിയെ സംസാരം തുടങ്ങി. ഈ മഴ കാരണം നാട്ടിലെ റബ്ബർ വെട്ടൊക്കെ അപ്പാടെ നശിച്ചില്ലേ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. വളരെ സ്വാഭാവികമായ ഒരു മറുപടിയാണ് അയാളിൽ നിന്ന് വന്നത്. ഈ വർഷം മഴ പെയ്യുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ടാപ്പിംഗ് നടക്കില്ലെന്നും മഴമറ വെച്ചവർക്ക് പോലും ഷീറ്റ് അടിക്കാൻ പറ്റുന്നില്ലെന്നും അയാൾ പറഞ്ഞു. റബ്ബറിൻ്റെ വിലയിടിവിനെക്കുറിച്ചും കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അയാൾ വളരെ സങ്കടത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു സാധാരണ ഹൈറേഞ്ചുകാരൻ കർഷകൻ്റെ എല്ലാ ആവലാതികളും ആ ശബ്ദത്തിലുണ്ടായിരുന്നു. ഞാനതൊക്കെ കേട്ട് മൂളുകയും എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അതിനുശേഷം സംസാരം നാട്ടിലെ കാര്യങ്ങളിലേക്ക് മാറി. കുരുതിക്കളം കവലയിലേക്കുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ അതിനെ ശരിവെച്ചു. കഴിഞ്ഞ തവണ പഞ്ചായത്ത് ഇലക്ഷന് ജയിച്ച മെമ്പർ റോഡ് ടാർ ചെയ്യാമെന്ന് പറഞ്ഞ് പറ്റിച്ച കാര്യവും അവിടെയുള്ള പഴയ പാലം മഴയത്ത് ഇടിയാൻ നിൽക്കുന്ന കാര്യവുമൊക്കെ അയാൾ വിശദമായി തന്നെ പറഞ്ഞു. വളരെ സാധാരണമായ കാര്യങ്ങൾ. അതിൽ യാതൊരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല. നാട്ടിലെ ഒരു കവലയിൽ ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന അതേ രീതിയിലായിരുന്നു ആ സംസാരം മുഴുവൻ. ഇടയ്ക്ക് ചില വളവുകളിൽ വണ്ടി തിരിക്കുമ്പോൾ ഞാൻ അയാളോട് ചാഞ്ഞിരിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അയാൾ മൂളുന്നുണ്ടായിരുന്നു. മഴയുടെ ശക്തി കുറച്ചു കുറഞ്ഞപ്പോൾ ഞങ്ങൾ കാട്ടുപന്നി ശല്യത്തെക്കുറിച്ചായി സംസാരം. രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ പന്നികൾ വണ്ടിക്ക് കുറുകെ ചാടുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ തൻ്റെ കൃഷിയിടത്തിൽ പന്നിയിറങ്ങി വാഴ മുഴുവൻ നശിപ്പിച്ച കാര്യം അയാൾ പറഞ്ഞു. ഒക്കെയും കൃത്യമായ മറുപടികൾ. ഞാനെന്തെങ്കിലും ചോദിക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ അതിന് വ്യക്തമായ മറുപടി അയാൾ നൽകുന്നുണ്ടായിരുന്നു. ഈ സംസാരത്തിനിടയിൽ എനിക്കൊരു നിമിഷം പോലും അയാളെക്കുറിച്ച് യാതൊരു സംശയവും തോന്നിയില്ല. മാത്രമല്ല, ആ ഏകാന്തമായ രാത്രിയിൽ അങ്ങനെ ഒരാളോട് സംസാരിച്ച് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞത് എനിക്ക് വലിയൊരു ആശ്വാസമായിട്ടാണ് അപ്പോൾ തോന്നിയത്. അങ്ങനെ സംസാരിച്ച് ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ
ഞങ്ങൾ കുരുതിക്കളം കവലയിലെത്തി. കവലയിൽ ഒരൊറ്റ കടകൾ പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഒരൊറ്റ വഴിവിളക്ക് പോലും കത്തുന്നില്ല. കനത്ത ഇരുട്ട് മാത്രം. അയാൾ പറഞ്ഞതനുസരിച്ച് ഒരു പഴയ വെയിറ്റിംഗ് ഷെഡിൻ്റെ അടുത്ത് ഞാൻ വണ്ടി നിർത്തി. അയാൾ വണ്ടിയുടെ ഡോർ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപായി അയാൾ പറഞ്ഞു, വളരെ ഉപകാരം, ഈ മഴയത്ത് വണ്ടി കിട്ടിയത് ഭാഗ്യമായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ ഇടതുവശത്തുള്ള ഡാഷ്ബോർഡിൻ്റെ മുകളിലേക്ക് വണ്ടി വാടകയ്ക്കുള്ള പണം വെച്ചു. എന്നിട്ട് ഡോർ അടച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഗ്ലാസ് താഴ്ത്തി ഡിക്കി തുറന്നു കൊടുത്തു. അയാൾ ഡിക്കിയിൽ നിന്ന് ആ ഭാരമുള്ള സഞ്ചി എടുക്കുന്നതും ഡിക്കി അടയ്ക്കുന്നതും ഞാൻ കണ്ണാടിയിലൂടെ കണ്ടു. മഴ വീണ്ടും ചാറാൻ തുടങ്ങിയിരുന്നു. അയാൾ ആ സഞ്ചി ചുമലിലിട്ട് ഇരുട്ടിലേക്ക് നടന്നു പോകുന്നതും ഞാൻ നോക്കി നിന്നു. പൈസ എത്രയാണെന്ന് ഞാൻ നോക്കാൻ പോയില്ല. കാരണം ആ സമയത്ത് എനിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ മാത്രമാണ് തിടുക്കമുണ്ടായിരുന്നത്. ഞാൻ ഡാഷ്ബോർഡിലെ പൈസ അതുപോലെ തന്നെ അവിടെ കിടക്കാൻ അനുവദിച്ചു. വണ്ടി നേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയപ്പോൾ സമയം 2 മണി കഴിഞ്ഞിരുന്നു. വണ്ടി പോർച്ചിൽ പാർക്ക് ചെയ്ത് ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞാൻ അകത്ത് കയറി കിടന്നുറങ്ങി. ആ രാത്രിയിലെ യാത്ര അവിടെ അവസാനിച്ചുവെന്നാണ് ഞാൻ കരുതിയത്. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് വൈകി. ഏകദേശം 9 മണിയായി കാണും. എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഒരു ചായ കുടിച്ച ശേഷം ഞാൻ വണ്ടിയൊന്ന് വൃത്തിയാക്കാൻ ഇറങ്ങി. രാത്രിയിലെ മഴയും ചെളിയും കാരണം വണ്ടി ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. വെള്ളമൊഴിച്ച് വണ്ടി കഴുകുന്നതിനിടയിലാണ് ഞാൻ ഡിക്കി തുറന്നത്. ഡിക്കി തുറന്നതും ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. രാത്രി ആ യാത്രക്കാരൻ കയറ്റിയ പ്ലാസ്റ്റിക് ചാക്ക് സഞ്ചി ഡിക്കിയിൽ തന്നെ ഇരിപ്പുണ്ട്. അയാളത് എടുത്തില്ലേ? ഡിക്കി അടക്കുന്ന ശബ്ദം ഞാൻ കൃത്യമായി കേട്ടതാണല്ലോ. ഞാൻ വേഗം ആ സഞ്ചി എടുത്തു നോക്കി. വല്ലാത്ത ഭാരമുണ്ടായിരുന്നു അതിന്. ഞാനതിൻ്റെ കെട്ടഴിച്ചു. ഉള്ളിലെ കാഴ്ച കണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ആ സഞ്ചി നിറയെ നല്ല നനഞ്ഞ ആറ്റുചെളിയും പൂഴിമണലുമായിരുന്നു. ഒരാളെന്തിനാണ് രാത്രിയിൽ 20 കിലോയോളം വരുന്ന ആ ചെളിയും മണലും ചുമന്ന് നടക്കുന്നത്? എനിക്ക് വല്ലാത്തൊരു ആശയക്കുഴപ്പമുണ്ടായി. ആരോ എന്നെ മനഃപൂർവ്വം പറ്റിച്ചതാണെന്ന് തോന്നി. അപ്പോഴാണ് അയാൾ തന്ന പൈസയുടെ കാര്യം ഞാൻ ഓർത്തത്. അതിപ്പോഴും വണ്ടിയുടെ ഡാഷ്ബോർഡിൽ തന്നെയുണ്ട്. ഞാൻ വേഗം ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ തുറന്ന് ഡാഷ്ബോർഡിൽ നോക്കി. അവിടെ ഒരു നോട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതെടുത്തു. അതൊരു 500 രൂപയുടെ നോട്ടായിരുന്നു. പക്ഷേ പുതിയ നോട്ടല്ല. വർഷങ്ങൾക്ക് മുൻപ് ഗവൺമെൻറ് നിരോധിച്ച ആ പഴയ സീരീസിലുള്ള 500 രൂപ നോട്ട്. മാത്രമല്ല ആ നോട്ടിൽ ഉണങ്ങിയ ചെളിയുടെ അംശങ്ങളും പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ തലച്ചോറ് മരവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പഴയ നോട്ട്, സഞ്ചി നിറയെ ചെളി, എന്താണ് ഇവിടെ നടക്കുന്നത്? എൻ്റെ യുക്തിചിന്ത എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആരെങ്കിലും എന്നെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമോ? പക്ഷേ അതിലെന്താണ് കാര്യം? പെട്ടെന്നാണ് എൻ്റെ വണ്ടിയിലെ ഡാഷ് ക്യാമിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത്. അപകടങ്ങളുണ്ടായാൽ തെളിവിനായി ഞാൻ വണ്ടിയിലൊരു ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്. അത് മുന്നിലെ റോഡ് മാത്രമല്ല, വണ്ടിയുടെ ഉള്ളിലെ ദൃശ്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഡ്യുവൽ ക്യാമറയാണ്. രാത്രി നടന്നത് എന്താണെന്നറിയാൻ അതിലും വലിയൊരു തെളിവില്ല. ഞാൻ വേഗം ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിയെടുത്ത് എൻ്റെ ഫോണിലിട്ടു. ഇന്നലെ രാത്രിയിലെ ആ സമയത്തെ വീഡിയോ ഞാൻ പ്ലേ ചെയ്തു. വീഡിയോ കണ്ട ഞാൻ അക്ഷരാർത്ഥത്തിൽ തറഞ്ഞുപോയി. വീഡിയോയിൽ എൻ്റെ വണ്ടി ആ മഴയത്ത് നിർത്തുന്നത് കാണാം. ഞാൻ ഡിക്കി തുറന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ പുറത്തെ ക്യാമറയിൽ ആരും തന്നെ ആ സഞ്ചി ഡിക്കിയിൽ വയ്ക്കുന്നില്ല. സഞ്ചി തനിയെ ഡിക്കിയിലേക്ക് വെക്കപ്പെടുന്നതുമില്ല. ശൂന്യമായ ഡിക്കി തുറക്കുകയും അടയുകയും ചെയ്യുന്നു. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ ഇൻറ്റീരിയർ ക്യാമറയുടെ വീഡിയോ പ്ലേ ചെയ്തു. അതിൽ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് വ്യക്തമായി കാണാം. പുറകിലെ ഡോർ തുറക്കുന്നുണ്ട്. പക്ഷേ ആരും അകത്തേക്ക് കയറുന്നില്ല. ഡോർ തനിയെ അടയുന്നു. പുറകിലെ സീറ്റ് പൂർണ്ണമായും ശൂന്യമാണ്. എന്നിട്ടും ആ വീഡിയോയിൽ ഞാൻ മുന്നോട്ട് നോക്കി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ 40 മിനിറ്റ് ഞാൻ റബ്ബറിനെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും കാട്ടുപന്നിയെക്കുറിച്ചും സംസാരിച്ചത് പുറകിലെ ശൂന്യതയോടായിരുന്നു. എൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ തന്നെ തലയാട്ടി മൂളുകയും മറുപടി പറയുന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ എൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. അയാൾ പറഞ്ഞതായി ഞാൻ കേട്ട മറുപടികൾക്കൊന്നും വീഡിയോയിൽ യാതൊരു ശബ്ദവുമില്ല. ഞാൻ ശൂന്യതയോട് സംസാരിച്ച് ചിരിക്കുകയാണ്. ആ നിമിഷം എൻ്റെ 20 വർഷത്തെ ധൈര്യം ചോർന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ വണ്ടിയിൽ കയറിയത് മനുഷ്യനായിരുന്നില്ല എന്നെനിക്ക് അപ്പോൾ ഉറപ്പായി. ഈ സംഭവം ആരോടെങ്കിലും പറയാമെന്ന് കരുതി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ശേഷം എൻ്റെ ഫോൺ എടുത്ത് അവനെ കാണിച്ച സമയത്ത് ഞാൻ വീണ്ടും ഞെട്ടി. ഫോണിൽ അങ്ങനെ ഒരു വീഡിയോ തന്നെ ഉണ്ടായിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം ഞാൻ ആ കാര്യങ്ങൾ ആരെയും വിശ്വസിപ്പിക്കുവാനോ ആരോടും പറയാനോ ശ്രമിച്ചിട്ടില്ല.
അതൊരു പേടി സ്വപ്നമായി ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോഴും ടാക്സി ഓടിക്കുമ്പോൾ പക്ഷേ അന്നത്തെ ആ രാത്രിക്ക് ശേഷം ഇന്ന് വരെ ഞാൻ ആ കുരുതിക്കളം റൂട്ടിലൂടെ രാത്രിയിൽ വണ്ടി ഓടിച്ചിട്ടില്ല. ഇനിയൊരിക്കലും ഓടിക്കുകയുമില്ല. എൻ്റെ പേര് വരുൺ. എനിക്കിപ്പോൾ 32 വയസ്സായി. ഞാനൊരു ഫ്രീലാൻസ് IT പ്രൊഫഷണലാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും കോഡിങ്ങുമാണ് എൻ്റെ ലോകം. വർഷങ്ങളോളം ബാംഗ്ലൂരിലെയും കൊച്ചിയിലെയും തിരക്കേറിയ നഗരജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. ട്രാഫിക് ബ്ലോക്കുകളും എപ്പോഴും മുഴങ്ങുന്ന വാഹനങ്ങളുടെ ഹോണടികളും അപ്പാർട്ട്മെൻറ്റുകളിലെ അടങ്ങാത്ത ബഹളങ്ങളും എൻ്റെ ഏകാഗ്രതയെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങിയിരുന്നു. കോഡിംഗ് എന്നത് പൂർണ്ണമായ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് രാത്രിയുടെ നിശബ്ദതയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് നഗരത്തിലെ ആർഭാടങ്ങൾ ഒരു ശല്യമായി മാറി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് നഗരത്തിൽ നിന്നും മാറി ശാന്തമായ ഒരു ഗ്രാമപ്രദേശത്ത് വാടകയ്ക്കൊരു വീട് അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് ആ വീട് ഞാൻ കണ്ടെത്തുന്നത്. നഗരത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാറി റബ്ബർ തോട്ടങ്ങൾക്കും ഇടവഴികൾക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന പഴയൊരു വീട്. കേരളീയ വാസ്തുവിദ്യയുടെ തനിമ തോന്നിപ്പിക്കുന്ന തടിയിൽ തീർത്ത ജനലുകളും ചുവന്ന ഓക്സൈഡ് ഇട്ട തറയുമുള്ള ഒരിടം. വലിയൊരു പറമ്പിൻ്റെ നടുവിലായിരുന്നു ആ വീട്. അയൽവാസികളെന്ന് പറയാൻ അടുത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല. ഒറ്റനോട്ടത്തിൽ തന്നെ എനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. അവിടെ എനിക്ക് വേണ്ട സമാധാനവും നിശബ്ദതയും യഥേഷ്ടമുണ്ടായിരുന്നു. വീടിൻ്റെ ഉടമസ്ഥൻ പ്രായമായ ഒരു മനുഷ്യനായിരുന്നു. കുറച്ചു കാലമായി വീട് അടച്ചിട്ടിരിക്കുകയാണ് മോനെ, ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയാവില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു തള്ളി. കാരണം ഞാൻ പ്രേതങ്ങളിലോ അമാനുഷിക ശക്തികളിലോ വിശ്വസിക്കുന്ന ഒരാളല്ല. തികഞ്ഞൊരു യുക്തിവാദിയാണ്. മനുഷ്യൻ്റെ തലച്ചോറ് സൃഷ്ടിക്കുന്ന മിഥ്യാബോധങ്ങൾക്കപ്പുറം ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വിശ്വസിക്കുന്ന സയൻസിനെ മാത്രം കൂട്ടുപിടിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ആ വലിയ പഴയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. എൻ്റെ തീരുമാനത്തിൽ എനിക്ക് അഭിമാനം തോന്നി. രാവിലെ എഴുന്നേൽക്കുക, സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുക, വൈകുന്നേരങ്ങളിൽ ആ വലിയ മുറ്റത്തോടെ നടക്കുക, രാത്രിയാകുമ്പോൾ ലാപ്ടോപ്പും തുറന്നു വെച്ച് ജോലി ആരംഭിക്കുക. ഇതായിരുന്നു എൻ്റെ ദിനചര്യ. അവിടുത്തെ നിശബ്ദത എൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചു. ജോലിയിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രാത്രികളിൽ ചീവീടുകളുടെ ശബ്ദവും ഇടയ്ക്ക് വീശിയടിക്കുന്ന തണുത്ത കാറ്റും മാത്രമായിരുന്നു എനിക്ക് കൂട്ട്. എന്നാൽ പതിയെ ചില മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ അവ വളരെ നിസ്സാരമായിരുന്നു. എൻ്റെ ഓർമ്മക്കുറവാണെന്നോ അശ്രദ്ധയാണെന്നോ കരുതി തള്ളിക്കളയാവുന്നത്ര ചെറിയ കാര്യങ്ങൾ. ഒരു രാത്രി കോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ എഴുതിയെടുക്കാനായി ഞാൻ മേശപ്പുറത്ത് വെച്ചിരുന്ന എൻ്റെ പേന തിരിഞ്ഞു. ലാപ്ടോപ്പിൻ്റെ വലതുവശത്ത് ഞാൻ കൃത്യമായി എടുത്തു വെച്ച ആ പേന അവിടെ ഉണ്ടായിരുന്നില്ല. താഴെ വീണ് പോയതാകുമെന്ന് കരുതി ഞാൻ തറയിലൊക്കെ നോക്കി, പക്ഷേ കണ്ടില്ല. അവസാനം അത് ഞാൻ കണ്ടെത്തിയത് കട്ടിലിനടിയിൽ നിന്നായിരുന്നു. അതെങ്ങനെ അവിടെ എത്തിയെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും ഒരുപക്ഷെ ഞാൻ തന്നെ അറിയാതെ തട്ടിയതാകാമെന്ന് സ്വയം സമാധാനിച്ചു. മറ്റൊരു ദിവസം പുറത്തു പോയി വന്നതിന് ശേഷം എൻ്റെ ബൈക്കിൻ്റെ താക്കോൽ ഡൈനിങ് ടേബിളിന് മുകളിൽ വെച്ചതാണ്. എന്നാൽ പിറ്റേന്ന് രാവിലെ അത് കാണാനില്ല. വീടാകെ തിരഞ്ഞപ്പോൾ അത് ബാത്റൂമിൻ്റെ വാഷ് ബേസിൻ്റെ അരികിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ യുക്തിചിന്ത അപ്പോഴും ഉണർന്ന് പ്രവർത്തിച്ചു. ജോലിഭാരം കൊണ്ടും ഉറക്കമില്ലായ്മ കൊണ്ടും എനിക്ക് ആബ്സെൻറ്റ് മൈൻഡഡ് അനുഭവപ്പെടുന്നതാണെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. തലച്ചോറിന് വിശ്രമമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങൾ. പക്ഷേ കാര്യങ്ങൾ അവിടെ നിന്നില്ല. ചില രാത്രികളിൽ, കൃത്യമായി പറഞ്ഞാൽ അർദ്ധരാത്രിക്ക് ശേഷം, വീടിനുള്ളിൽ വിശദീകരിക്കാനാവാത്ത ചില ഗന്ധങ്ങൾ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. വാടിയ മുല്ലപ്പൂവിൻ്റെയും പഴയ കർപ്പൂരത്തിൻ്റെയും നേർത്ത ഗന്ധം. എവിടെ നിന്നാണത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജനലുകളെല്ലാം അടച്ചിട്ടിട്ടും ആ ഗന്ധം എൻ്റെ മുറിയിൽ തങ്ങി നിന്നു. എൻ്റെ യുക്തിവാദി മനസ്സ് വീണ്ടും അതിനൊരു കാരണം കണ്ടെത്തി. അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ നിന്നോ അല്ലെങ്കിൽ അയൽപ്പക്കങ്ങളിൽ നിന്നോ കാറ്റിലൂടെ ഒഴുകിയെത്തുന്നതാകാം. അല്ലെങ്കിൽ പഴയ വീടായതുകൊണ്ട് മരപ്പലകകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പഴയ ഗന്ധങ്ങൾ തണുപ്പ് കൂടുമ്പോൾ പുറത്തു വരുന്നതാകാം. അതിലും എന്നെ അസ്വസ്ഥനാക്കിയത് മറ്റൊരു കാര്യമായിരുന്നു. രാത്രി വൈകി ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എൻ്റെ പുറകിലൂടെ ആരോ നടന്നു പോയതുപോലെയുള്ള ഒരു തോന്നൽ എനിക്ക് ശക്തമായി അനുഭവപ്പെടാൻ തുടങ്ങി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാകില്ല. വെറും ശൂന്യത മാത്രം. ചിലപ്പോൾ എൻ്റെ കസാരയോടെ തൊട്ടു പിന്നിൽ ആരെങ്കിലും നിൽക്കുന്നത് പോലെ തോന്നും. പെട്ടെന്ന് ഒരു തണുപ്പ് കഴുത്തിന് പുറകിലൂടെ അരിച്ചിറങ്ങും.
അപ്പോഴൊക്കെ ഞാൻ എഴുന്നേറ്റ് മുറി മുഴുവൻ പരിശോധിക്കും. എനിക്ക് ചുറ്റും എൻ്റെ നിഴലല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതൊക്കെ വെറും തോന്നലാണ് വരുൺ. സ്ലീപ്പ് ഡിപ്രൈവേഷൻ നിന്റെ തലച്ചോറിനെ കബളിപ്പിക്കുകയാണ്. ഞാൻ എനിക്ക് തന്നെ താക്കീത് നൽകി. മണിക്കൂറുകളോളം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് കൊണ്ട് കണ്ണുകൾക്കുണ്ടാകുന്ന സ്ട്രെയിൻ, ഏകാന്തത നൽകുന്ന മാനസിക സമ്മർദ്ദം, ഇവയൊക്കെയാണ് ഇത്തരം മിഥ്യാധാരണകൾക്ക് കാരണമെന്ന് ഞാൻ വിശ്വസിച്ചു. എത്രയൊക്കെ യുക്തി കൊണ്ട് ചിന്തിച്ചിട്ടും ആ വീടിൻ്റെ അന്തരീക്ഷം പതിയെ മാറുന്നതായി എൻ്റെ ഉപബോധ മനസ്സ് എന്നോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈഗോയും സയൻസിലുള്ള അമിതമായ വിശ്വാസവും അതൊക്കെ അംഗീകരിക്കുന്നതിൽ നിന്നും എന്നെ വിലക്കി. ഞാൻ എൻ്റെ ജോലികളിൽ കൂടുതൽ മുഴുകാൻ ശ്രമിച്ചു. എന്നാൽ വരാനിരിക്കുന്ന ഭയാനകമായ രാത്രികളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു അതെന്ന് ഞാനന്ന് അറിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ആ വീട്ടിലെ താമസം 1 മാസത്തോട് അടുക്കുകയായിരുന്നു. എൻ്റെ ഉറക്കമില്ലായ്മയും ക്ഷീണവും വർദ്ധിച്ചു. രാത്രികൾക്കിപ്പോൾ മുൻപില്ലാത്ത വിധം ദൈർഘ്യമുള്ളതായി എനിക്ക് തോന്നി തുടങ്ങി. ആ വീടിനുള്ളിലെ വായുവിന് പോലും ഒരു ഭാരം അനുഭവപ്പെടുന്നത് പോലെ എപ്പോഴും തുറന്നിട്ടിരുന്ന ജനലുകൾ ഞാൻ രാത്രിയാകുമ്പോൾ കൊട്ടിയടച്ചു. പുറത്തെ ഇരുട്ടിനേക്കാൾ ഞാൻ ഭയന്നിരുന്നത് ഉള്ളിലെ നിശബ്ദതയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. ആ സംഭവങ്ങൾ ആരംഭിക്കുന്നത് ഈ സമയത്താണ്. കൃത്യം പുലർച്ചെ 2:30 എൻ്റെ ജോലിയുടെ ഏറ്റവും നിർണായകമായ സമയമാണ്. ചുറ്റുപാടും ശ്മശാനമോഹമായിരിക്കും. ആ സമയത്ത് അങ്ങനെയൊരു രാത്രിയിൽ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ വിരലുകൾ പെട്ടെന്ന് നിശ്ചലമായി. മുകളിലത്തെ നിലയിൽ നിന്നും എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു. വീടിന് മുകളിൽ തട്ടിൻപുറം പോലെയുള്ള ഒരു വലിയ മുറിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാറില്ല. പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പൊടി പിടിച്ച ഇടമാണത്. മുകളിലെ തടിപ്പലകകൾക്ക് മുകളിലൂടെ ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം, വളരെ വ്യക്തമായ ശബ്ദം. പഴയൊരു മരക്കസേര തറയിലൂടെ വലിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലൊരു ഉരയൽ. ആ നിശബ്ദതയിൽ ആ ശബ്ദം എൻ്റെ ചെവികളിലൊരു അലാറം പോലെ മുഴങ്ങി. ഞാൻ ശ്വാസം മടക്കി പിടിച്ചിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ശബ്ദം നിലച്ചു. എൻ്റെ നെഞ്ചെടുപ്പ് കൂടിയിരുന്നു. എങ്കിലും എൻ്റെ യുക്തിചിന്ത എന്നെ ശാന്തനാക്കാൻ ശ്രമിച്ചു. എലികളായിരിക്കും, അല്ലെങ്കിൽ മരപ്പട്ടി. ഇത്തരം പഴയ വീടുകളിൽ തട്ടിമ്പുറത്ത് മരപ്പട്ടികൾ കയറിക്കൂടുന്നത് സ്വാഭാവികമാണ്. എങ്കിലും ഇത്രയും വലിയൊരു ശബ്ദമുണ്ടാക്കാൻ ഒരു മരപ്പട്ടിക്ക് കഴിയുമോ എന്ന സംശയം എന്നിലുണ്ടായിരുന്നു. ഞാൻ ലാപ്ടോപ്പ് അടച്ചു വെച്ച് അന്ന് ഉറങ്ങാൻ കിടന്നു. എന്നാൽ ആ ശബ്ദം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും കൃത്യം 2:30 ആ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. ഭാരമുള്ള എന്തോ ഒന്ന് മുകളിലെ തറയിലൂടെ വലിക്കുന്ന ശബ്ദം. ചിലപ്പോൾ അതിൻ്റെ കൂടെ കുട്ടികൾ കളിക്കുന്നത് പോലെ ചെറിയ ഗ്ലാസ് മാർബിളുകൾ തറയിലേക്ക് വീഴുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു. മാർബിൾ തറയിൽ വീണ് ഉരുണ്ടു പോകുന്ന വളരെ കൃത്യമായ ശബ്ദം എൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങിയിരുന്നു. ഭയത്തേക്കാളുപരി എൻ്റെ ഉറക്കവും ജോലിയും തടസ്സപ്പെടുന്നതിനുള്ള ദേഷ്യമായിരുന്നു എനിക്ക്. ഇതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു രാത്രി കൃത്യം 2:30 വീണ്ടും ആ കസേര വലിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ടോർച്ചുമെടുത്ത് കോണിപ്പടികൾ ലക്ഷ്യമാക്കി നടന്നു. പടികളിലൂടെ മുകളിലേക്ക് കയറുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. പഴയ മരപ്പടികൾ എൻ്റെ ഭാരത്താൽ ശബ്ദമുണ്ടാക്കി. മുകളിലത്തെ മുറിയുടെ വാതിൽ പൂട്ടിയിരുന്നില്ല. ഞാൻ സാവധാനം ആ വാതിൽ തള്ളി തുറന്നു. ടോർച്ചിൻ്റെ വെളിച്ചം ആ ഇരുണ്ട മുറിയിലേക്ക് ഞാൻ പായിച്ചു. പൊടി പിടിച്ച ചില പഴയ പെട്ടികളും പൊട്ടിയ കുറച്ച് ഫർണിച്ചറുകളുമല്ലാതെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുറി മുഴുവൻ പരിശോധിച്ചു. എലികളുടെയോ മറ്റ് ജീവികളുടെയോ യാതൊരു ലക്ഷണവും അവിടെ കണ്ടില്ല. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, തറയിലെവിടെയും എന്തെങ്കിലും വലിച്ചതിൻ്റെ ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ആകെ ഉണ്ടായിരുന്ന പൊടിപടലങ്ങളിൽ എൻ്റെ കാൽപ്പാടുകൾ മാത്രമാണ് പതിഞ്ഞിരുന്നത്. ഞാൻ അവിടെ നിന്ന് താഴേക്ക് തന്നെ മടങ്ങി. എനിക്ക് വല്ലാത്തൊരു ആശയക്കുഴപ്പം തോന്നി. ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടതാണ്. എന്നിട്ടും അവിടെ ഒന്നുമില്ല. അന്ന് രാത്രി ബാക്കി സമയം മുഴുവൻ ഞാൻ ഇൻ്റർനെറ്റിൽ ഇതിനുള്ള ശാസ്ത്രീയമായ കാരണങ്ങൾ തിരയുകയായിരുന്നു. പൈപ്പിലെ വെള്ളത്തിൻ്റെ മർദ്ദം മാറുമ്പോൾ ഉണ്ടാകുന്ന വാട്ടർ ഹാമർ എഫക്റ്റ്, താപനില മാറുമ്പോൾ പഴയ മരപ്പലകകൾക്കുണ്ടാകുന്ന വികാസവും ചുരുക്കവും, തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഫുഡ്, അക്കോസ്റ്റിക് മിററിംഗ് എന്നിങ്ങനെ സകല തിയറികളും ഞാൻ വായിച്ചു തീർത്തു. മരപ്പലകകൾ തണുപ്പത്ത് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ചിലപ്പോൾ കസാര വലിക്കുന്നത് പോലെ തോന്നാമെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. മാർബിൾ വീഴുന്ന ശബ്ദം പഴയ ഇരുമ്പ് പൈപ്പുകൾക്കുള്ളിലെ എയർ പോക്കറ്റുകൾ കാരണം ഉണ്ടാകുന്നതാണെന്നും ഞാൻ വിശ്വസിച്ചു. എൻ്റെ സയൻസ് എന്നെ സമാധാനിപ്പിച്ചു. കണ്ടോ, എല്ലാത്തിനും ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്.
മനുഷ്യന് മനസ്സിലാകാത്ത കാര്യങ്ങളെ അവൻ പ്രേതമെന്ന് വിളിക്കുന്നു. അത്രമാത്രം. ഞാൻ എൻ്റെ അറിവിൽ അഹങ്കരിച്ചു. പക്ഷേ ആ അഹങ്കാരത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാത്രി സമയം പുലർച്ചെ 2 മണി കഴിഞ്ഞിരുന്നു. അന്ന് മുകളിൽ നിന്നും ശബ്ദങ്ങളൊന്നും കേട്ടില്ല. ഞാൻ ആശ്വാസത്തോടെ ജോലി തുടരുകയായിരുന്നു. പെട്ടെന്നാണ് ആ ഗന്ധം വീണ്ടും എൻ്റെ മുറിയിലേക്ക് ഇരച്ചു കയറിയത്. ഇത്തവണ അത് നേർത്തതായിരുന്നില്ല. വളരെ രൂക്ഷമായ പഴയ കർപ്പൂരത്തിൻ്റെയും വാടിയ മുല്ലപ്പൂവിൻ്റെയും ഗന്ധം എൻ്റെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അതോടൊപ്പം അത്രയും നാൾ എൻ്റെ പിന്നിൽ നടന്നു പോയിരുന്ന ആ സാന്നിധ്യം അന്നെൻ്റെ തൊട്ടു പിന്നിൽ വന്ന് നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആരെങ്കിലും തൊട്ടു പിന്നിൽ നിൽക്കുമ്പോൾ നമുക്കനുഭവപ്പെടുന്ന ആ ഒരു ചൂട്, ആ ഒരു മാറ്റം എൻ്റെ കഴുത്തിന് പിന്നിലെ രോമങ്ങൾ എഴുന്നു നിന്നു. തിരികെ നോക്കാൻ എൻ്റെ തലച്ചോറ് ആജ്ഞാപിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ശരീരം അനങ്ങാൻ കൂട്ടാക്കിയില്ല. ഭയമെന്ന വികാരം അതിൻ്റെ പൂർണ്ണരൂപത്തിൽ എന്നെ ഗ്രസിച്ചു തുടങ്ങിയിരുന്നു. കണ്ണുകൾ ഇറുക്കിയടച്ച് വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ കസാരയിൽ തന്നെ ഇരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ ഗന്ധം പതിയെ ഇല്ലാതാവുകയും ആ സാന്നിധ്യം അവിടെ നിന്ന് മാറിയതായി എനിക്ക് തോന്നുകയും ചെയ്തു. അന്ന് ഞാൻ ഉറങ്ങിയില്ല. ഒരു നിമിഷം പോലും എൻ്റെ കണ്ണുകൾ അടഞ്ഞില്ല. എൻ്റെ യുക്തിയും വിശ്വാസങ്ങളും തമ്മിൽ വലിയൊരു യുദ്ധം എൻ്റെ മനസ്സിനുള്ളിൽ നടക്കുകയായിരുന്നു. ഞാൻ കേൾക്കുന്ന ആ ശബ്ദങ്ങൾ യഥാർത്ഥമാണോ അതോ എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ? ഇതിനൊരു ഉത്തരം എനിക്ക് വേണമായിരുന്നു. ശാസ്ത്രീയമായി തന്നെ ഇതിനൊരു ഉത്തരം ഞാൻ കണ്ടെത്തും. അതെൻ്റെ വാശിയായിരുന്നു. ആ വാശിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ തീരുമാനത്തിലേക്ക് എന്നെ നയിച്ചത്. എൻ്റെ ഭയത്തെ യുക്തി കൊണ്ട് നേരിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ കേൾക്കുന്ന ശബ്ദങ്ങൾ എൻ്റെ തലച്ചോറിൻ്റെ തോന്നലുകളല്ല എന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു. അതിനായി ഒരു വഴി മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ: കാര്യങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുക. അന്ന് രാത്രി പതിവ് പോലെ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് അതിലെ വോയിസ് റെക്കോർഡർ ആപ്പ് ഓൺ ചെയ്തു. എൻ്റെ ഫോണിൻ്റെ മൈക്രോഫോൺ വളരെ സെൻസിറ്റീവാണ്. മുറിയിലെ ചെറിയൊരു സൂചി വീണാൽ പോലും അതിൽ കൃത്യമായി റെക്കോർഡാകും. ഞാൻ ഫോൺ മേശപ്പുറത്ത് ലാപ്ടോപ്പിൻ്റെ അരികിലായി വെച്ചു. റെക്കോർഡിംഗ് ഓൺ ചെയ്തു. ഇന്ന് രാത്രി എന്താണ് സംഭവിക്കുന്നതെന്ന് ഇതിൽ പതിയട്ടെ. പൈപ്പുകളുടെ ശബ്ദമാണെങ്കിൽ അത് നാളെ രാവിലെ എനിക്ക് അനലൈസ് ചെയ്യാം, ഞാൻ മനസ്സിൽ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അധികം നേരം ജോലി ചെയ്തില്ല. മാനസികമായ തളർച്ച എന്നെ വല്ലാതെ ബാധിച്ചിരുന്നു. പുലർച്ചെ 1 മണിയോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ ചെവികൾ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾക്കായി കാതോർത്തിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ഉറക്കത്തിലേക്ക് വീണുപോയതെന്ന് എനിക്കറിയില്ല. പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശം മുഖത്തടിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. പുറത്തു നല്ല വെയിലുണ്ടായിരുന്നു. രാത്രിയുടെ ഭീകരത പകലിൻ്റെ വെളിച്ചത്തിൽ ഇല്ലാതായിരുന്നു. ഞാൻ പതിയെ എഴുന്നേറ്റ് മുഖം കഴുകി 1 കപ്പ് സ്ട്രോങ് കോഫി ഉണ്ടാക്കി. കാപ്പി കുടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മേശയ്ക്കരികിലെത്തി. ഫോൺ അപ്പോഴും റെക്കോർഡിംഗ് മോഡിലായിരുന്നു. ഏകദേശം 8 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ഫയൽ. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. ഫയൽ സേവ് ചെയ്തു. എൻ്റെ ലാപ്ടോപ്പിലേക്ക് ആ ഓഡിയോ ഫയൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. ഒരു നല്ല ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. എൻ്റെ ഹൃദയമെടുപ്പ് അല്പം കൂടിയിട്ടുണ്ടായിരുന്നു. സത്യം അറിയാനുള്ള ഒരു ആകാംക്ഷ. ഞാൻ ഓഡിയോ പ്ലേ ചെയ്തു. തുടക്കത്തിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കീബോർഡിലെ ടൈപ്പിംഗ് ശബ്ദവും ഞാൻ കസാരയിൽ അനങ്ങുന്ന ശബ്ദവും മാത്രം. ഞാൻ സ്ക്രോൾ ബാർ പതുക്കെ മുന്നോട്ട് നീക്കി. സമയം പുലർച്ചെ 2:20 ഞാൻ കൂടുതൽ ശ്രദ്ധയോടെ കാതോർത്തു. 2:25, 28, 30. ഞാൻ ശ്വാസമടക്കി പിടിച്ചു. കസാര വലിക്കുന്ന ആ വലിയ ശബ്ദമോ മാർബിൾ വീഴുന്ന ശബ്ദമോ കേൾക്കാൻ ഞാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് യാതൊരു ശബ്ദവും ആ റെക്കോർഡറിൽ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായ നിശബ്ദത, ഡെഡ് സൈലൻസ്. എനിക്ക് ആശ്വാസമാണോ അതോ ആശയക്കുഴപ്പമാണോ ഉണ്ടായതെന്ന് വ്യക്തമല്ല. അപ്പോൾ ഞാൻ ഇത്രയും നാൾ കേട്ടിരുന്നത് എൻ്റെ തോന്നലുകൾ മാത്രമായിരുന്നു, ഞാൻ ചിന്തിച്ചു. ഞാൻ ഫയൽ ക്ലോസ് ചെയ്യാൻ പോവുകയായിരുന്നു. പെട്ടെന്നാണ് ഓഡിയോയിൽ വേവ് ഫോമിൽ ചെറിയൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചത്. 2:32 ഒരു ചെറിയ സ്പൈക്ക്. ഞാൻ വീണ്ടും പ്ലേ ചെയ്തു. വോളിയം പരമാവധി കൂട്ടി. ആ നിശബ്ദത കീറും മുറിച്ചുകൊണ്ട് ഒരു ശബ്ദം. അത് മുകളിലത്തെ നിലയിൽ നിന്നുള്ളതായിരുന്നില്ല, എൻ്റെ മുറിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ശബ്ദമായിരുന്നു. റെഡ് ഓക്സൈഡ് തറയിലൂടെ നഗ്നമായ പാദങ്ങൾ വെച്ച് ആരോ പതുക്കെ നടക്കുന്ന ശബ്ദം. വളരെ മൃദുവായ എന്നാൽ കൃത്യമായ കാൽപ്പാടുകളുടെ ശബ്ദം. അത് കേട്ടതും എൻ്റെ സിരകളിലൂടെ ഐസ് വെള്ളം ഒഴുകുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ കാൽപ്പാടുകൾ ദൂരത്തു നിന്നും എൻ്റെ മേശക്കരികിലേക്ക് വരികയായിരുന്നു. ഫോണിൻ്റെ മൈക്രോഫോണിനോട് അടുക്കും തോറും ആ ശബ്ദത്തിൻ്റെ വ്യക്തത കൂടി വന്നു. അത് കൃത്യം മേശക്കരികിൽ
അതായത് ഞാൻ ഉറങ്ങിക്കിടന്നിരുന്ന കട്ടിലിനും മേശയ്ക്കും ഇടയിലായി വന്ന് നിന്നു. തുടർന്ന് ഞാൻ കേട്ടത് എൻ്റെ യുക്തിയുടെയും ശാസ്ത്രവിശ്വാസങ്ങളുടെയും അവസാനത്തെ തരിമ്പും ഇല്ലാതാക്കുന്ന എന്തായിരുന്നു. ഫോണിൻ്റെ മൈക്കിന് തൊട്ടടുത്തു നിന്നും വളരെ അടുത്തു നിന്നും ആരോ ദീർഘമായി ശ്വാസമെടുക്കുന്ന ശബ്ദം. വിറയ്ക്കുന്ന ഭാരമുള്ള ഒരു ശ്വാസോച്ഛ്വാസം. ഹെഡ്ഫോണിലൂടെ ആ ശ്വാസം എൻ്റെ കാതുകളിലേക്ക് അടിച്ചു കയറുമ്പോൾ ഞാൻ ശരിക്കും മരവിച്ചു പോയിരുന്നു. എനിക്ക് ചുറ്റുമുള്ള വായു ഇല്ലാതാകുന്നത് പോലെ തോന്നി. വിയർപ്പ് കണങ്ങൾ എൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ ആ ശ്വാസോച്ഛ്വാസം മാത്രം. പിന്നെ വളരെ നേർത്ത തൊണ്ടയിളറിയ ഒരു സ്ത്രീ ശബ്ദത്തിൽ ഒരു മന്ത്രിക്കൽ. വരുൺ, എൻ്റെ പേര്. ആരെയും ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള അലർഷയോ കരച്ചിലോ ആയിരുന്നില്ല അത്. വളരെ ശാന്തമായ എന്നാൽ അങ്ങേയറ്റം ഭയാനകമായ ഒരു വിളി. എന്നെ അടുത്തറിയാവുന്ന ആരോ എൻ്റെ ചെവിയിൽ വന്ന് വിളിക്കുന്നത് പോലെ. ഞാൻ അലറിക്കൊണ്ട് ഹെഡ്ഫോൺ വലിച്ചൂരി താഴെയിട്ടു. കസാരയിൽ നിന്നും പിന്നിലേക്ക് വേച്ചു പോയ ഞാൻ തറയിലേക്ക് വീണു. എൻ്റെ ശ്വാസം വിലങ്ങിയിരുന്നു. നെഞ്ചിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചതുപോലെ. എനിക്ക് ചുറ്റുമുള്ള മുറി കറങ്ങുന്നതായി തോന്നി. എൻ്റെ വീടിനുള്ളിൽ എൻ്റെ തൊട്ടടുത്ത് എനിക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം എൻ്റെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആ റെക്കോർഡിങ്ങിൽ കേട്ട ആ മന്ത്രിക്കൽ എൻ്റെ ചെവികളിൽ നിന്നും വീണ്ടും പ്രതിധ്വനിച്ചു. ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്ന് എൻ്റെ മനസ്സെന്നോട് അലറി പറഞ്ഞു. സയൻസും യുക്തിയും തോറ്റുപോയ നിമിഷമായിരുന്നു അത്. ആ അദൃശ്യ സാന്നിധ്യം എന്നെ കീഴടക്കി കഴിഞ്ഞിരുന്നു. എനിക്കിവിടെ നിന്നും രക്ഷപ്പെടണം, എത്രയും വേഗം. ഭയം മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുമെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. തറയിൽ നിന്നും വെച്ചെഴുന്നേറ്റ ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. ലാപ്ടോപ്പും എൻ്റെ വാലറ്റും ഫോണും മാത്രം ഒരു ബാഗിലേക്ക് വലിച്ചു വാരിയിട്ടു. വസ്ത്രങ്ങളോ മറ്റ് സാധനങ്ങളോ എടുക്കാൻ പോലും ഞാൻ നിന്നില്ല. എനിക്ക് ഈ ശപിക്കപ്പെട്ട ചൂരുകൾക്കുള്ളിൽ നിന്നും പുറത്തു കടക്കണം, അത്രമാത്രം. മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ മാറിയതുപോലെ എനിക്ക് തോന്നി. വായുവിന് കട്ടി കൂടിയതുപോലെ, എന്നെ ആരോ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് പോലെ. മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയ ഞാൻ വാതിൽ പൂട്ടി താക്കോൽ അവിടെ തന്നെയുള്ള ഒരു ജനൽപ്പടിയിൽ വെച്ചു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗിയർ മാറ്റാൻ പോലും കഴിയാത്ത വിധം എൻ്റെ ശരീരം തളർന്നിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ധൈര്യപ്പെടാതെ ഞാൻ ആ ഗേറ്റും കടന്ന് പുറത്തേക്ക് വണ്ടി ഓടിച്ചു. നഗരത്തിലേക്കുള്ള ഹൈവേയിലെത്തിയപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ചുറ്റും വാഹനങ്ങൾ, ആളുകൾ, വെളിച്ചം. സാധാരണഗതിയിൽ എനിക്ക് വെറുപ്പുള്ള ഈ ബഹളങ്ങൾ അന്നെനിക്ക് നൽകിയ ആശ്വാസം പറഞ്ഞറിയിക്കാനാവില്ല. ഞാൻ നേരെ പോയത് കൊച്ചിയിലുള്ള എൻ്റെ സുഹൃത്ത് വിവേകിൻ്റെ ഫ്ലാറ്റിലേക്കാണ്. 10ാം നിലയിലുള്ള അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തിയപ്പോഴാണ് എനിക്ക് ജീവനുണ്ടെന്ന് തന്നെ തോന്നിയത്. എൻ്റെ കോലം കണ്ട വിവേകാകെ പരിഭ്രമിച്ചു പോയി. എന്താടാ, എന്തു പറ്റി? നിന്റെ മുഖം എന്താ ഇങ്ങനെ? അവൻ ചോദിച്ചു. ഞാൻ അവനോട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോവുകയായിരുന്നു. ആ റെക്കോർഡിങ്ങിനെക്കുറിച്ചും എൻ്റെ പേര് വിളിച്ചതിനെക്കുറിച്ചും ഞാൻ എന്തൊക്കെയോ പുലമ്പി. അവൻ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു. നീ വല്ലാതെ സ്ട്രെസ്ഡാണ് വരും. ജോലി ഭാരം കാരണം നിനക്ക് തോന്നുന്നതാകും. നീ ആദ്യം കിടന്നുറങ്ങാൻ നോക്ക്. അവൻ എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ ശാസ്ത്രബോധം എന്നോട് പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു അവനും പറഞ്ഞത്. പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാൻ കേട്ടത് തോന്നലായിരുന്നില്ല എന്ന്. അത് വളരെ യഥാർത്ഥമായിരുന്നു. എങ്കിലും ആ സുരക്ഷിതത്വത്തിൽ, ആ 10ാം നിലയിലെ തിരക്കുകൾക്കിടയിൽ എനിക്കല്പം ആശ്വാസം തോന്നി. അന്നത്തെ പകൽ ഞാൻ അവൻ്റെ ഫ്ലാറ്റിൽ തന്നെ കഴിഞ്ഞു. പുറത്തെ നഗരത്തിൻ്റെ കാഴ്ചകൾ എന്നെ പഴയ ലോകത്തേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിച്ചു. പതിയെ പതിയെ എൻ്റെ ഭയം ഒഴിഞ്ഞു തുടങ്ങി. ആ വീട്ടിൽ നടന്നത് എന്താണെങ്കിലും ഞാൻ അതിൽ നിന്നും വളരെ ദൂരെയാണല്ലോ എന്ന ചിന്ത എന്നെ സമാധാനിപ്പിച്ചു. രാത്രിയായി. വിവേക് അവൻ്റെ മുറിയിൽ ഉറങ്ങാൻ പോയി. എനിക്ക് കിടക്കാനായി അവൻ ഗസ്റ്റ് റൂം തയ്യാറാക്കി തന്നിരുന്നു. നല്ല വൃത്തിയുള്ള എയർ കണ്ടീഷൻ ചെയ്ത ഒരു ആധുനിക മുറി. ആ പഴയ വീടിൻ്റെ അടയാളങ്ങൾ പോലുമില്ലാത്ത ഒരിടം. ഞാൻ വാതിൽ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തു. ലൈറ്റുകൾ അണച്ച് കട്ടിലിൽ കിടന്നു. AC-യുടെ നേർത്ത ശബ്ദവും നഗരത്തിൽ നിന്നുള്ള വാഹനങ്ങളുടെ വിദൂരമായ ഇരുമ്പലും മാത്രമായിരുന്നു ആ മുറിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെ ഉറക്കമില്ലായ്മയും യാത്രാക്ഷീണവും മാനസിക സംഘർഷങ്ങളും എല്ലാം കൂടി എന്നെ അതിവേഗം ഉറക്കത്തിലേക്ക് തള്ളിവിട്ടു. ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങി. എത്ര നേരം ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എൻ്റെ ഉറക്കം തടസ്സപ്പെട്ടു. മുറിയിലെ തണുപ്പ് വല്ലാതെ കൂടിയതുപോലെ എനിക്ക് തോന്നി. AC-യുടെ താപനില കുറഞ്ഞതാകാമെന്ന് കരുതി ഞാൻ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചില്ല. പുതപ്പൊന്നുകൂടി വലിച്ച് പുതച്ച് തിരിഞ്ഞു കടന്നു. എന്നാൽ എൻ്റെ ഉപബോധ മനസ്സെന്നോട് എന്തോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു.
എവിടെയെന്തോ വലിയൊരു തകരാറുണ്ടെന്ന്. മുറിയുടെ ശബ്ദങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചതുപോലെ AC-യുടെ ശബ്ദം നിലച്ചിരിക്കുന്നു. പകരം ഒരു കനത്ത നിശബ്ദത മുറിയിൽ നിറഞ്ഞിരിക്കുന്നു. നഗരത്തിൻ്റെ ശബ്ദങ്ങൾ പോലും ഇപ്പോൾ കേൾക്കാനില്ല. ഞാൻ പതുക്കെ എൻ്റെ ബോധത്തിലേക്ക് മടങ്ങി വന്നു. എൻ്റെ ഹൃദയമെടുപ്പ് വീണ്ടും ഉയരാൻ തുടങ്ങി. കണ്ണുകൾ തുറക്കാൻ എനിക്ക് ഭയം തോന്നി. പെട്ടെന്നാണ് ഞാൻ ആ മാറ്റം ശ്രദ്ധിച്ചത്. AC-യിൽ നിന്ന് വരുന്ന വായുവിൽ ഇപ്പോൾ ഒരു പുതിയ ഗന്ധമുണ്ട്. ഇല്ല, അതൊരിക്കലും AC-യിൽ നിന്നുള്ള ഗന്ധമല്ല. അതെൻ്റെ ഓർമ്മകളിലേക്ക്, എൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നത്തിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോയി. എൻ്റെ ശ്വാസകോശത്തിലേക്ക് ആ ഗന്ധം ഇരച്ചു കയറി. വളരെ രൂക്ഷമായ പഴയ കർപ്പൂരത്തിൻ്റെയും വാടിയ മുല്ലപ്പൂവിൻ്റെയും ഗന്ധം എൻ്റെ ശരീരത്തിലെ ചോര മുഴുവൻ മരവിച്ചു. ആ പഴയ വീട്ടിൽ ഞാൻ ഉപേക്ഷിച്ചു പോന്ന ആ ഗന്ധം ഇവിടെ ഈ 10ാം നിലയിലുള്ള അടച്ചുപൂട്ടിയ മുറിയിൽ എങ്ങനെ എത്തി? ഒരു നിമിഷം കൊണ്ട് ഒരു വലിയ സത്യം എൻ്റെ തലച്ചോറിലേക്ക് മിന്നൽ പോലെ പാഞ്ഞു കയറി. ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് ആ പഴയ വീട് മാത്രമാണ്. അവിടെ ഉണ്ടായിരുന്ന ആ അദൃശ്യ സാന്നിധ്യത്തെ ഞാൻ ഉപേക്ഷിച്ചിരുന്നില്ല. അത് എന്നോടൊപ്പം എൻ്റെ നിഴൽ പോലെ ഈ മുറിയിൽ വരെ എത്തിയിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്ത് നിന്നും അതിദീർഘമായ ശ്വാസോച്ഛ്വാസം ഞാൻ വീണ്ടും കേട്ടു. എന്നെ തൊട്ടില്ല എന്ന മട്ടിൽ എൻ്റെ ദേഹമാസകലം നിറയ്ക്കാൻ തുടങ്ങി. കണ്ണുകൾ തുറക്കരുതെന്ന് എൻ്റെ യുക്തി എന്നോട് അലറുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയത്തിൻ്റെ പരകോടിയിൽ എനിക്ക് ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് വിറയ്ക്കുന്ന നിയമങ്ങളോടെ ഞാൻ പതുക്കെ കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്നു നോക്കിയ ഞാൻ അമ്പരന്ന് പോയി. ഞാനിപ്പോഴുള്ളത് എൻ്റെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലല്ല, പകരം ഇത്രയും നാൾ എന്നെ പേടിപ്പെടുത്തിയ അതേ മുറിയിലാണ്. എൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് ഞാൻ അവിടെ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി. എൻ്റെ അലർഷ കേട്ടുകൊണ്ടായിരിക്കണം ഡോറിൽ വല്ലാത്തൊരു തട്ട് കേട്ടു. ഡോറിൽ ശക്തിയായുള്ള ആ ഒരു തട്ട് കേട്ടപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. പെട്ടെന്ന് കണ്ണു തിരുമ്പി നോക്കിയ ഞാൻ കാണുന്നത് ഞാൻ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലെ അതേ മുറിയിൽ കിടക്കുന്നതാണ്. ഞാൻ വേഗം തന്നെ എഴുന്നേറ്റ് ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോൾ വിവേക് അകത്തേക്ക് എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ഓടിയെത്തി. ഞാൻ സംഭവിച്ച കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുവെങ്കിലും എൻ്റെ തൊണ്ടയിൽ നിന്ന് വാക്കുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ എന്നെയും കൂട്ടി അവൻ്റെ മുറിയിലേക്ക് പോയി. ശേഷം ഞങ്ങൾ രണ്ടുപേരും നേരം വെളുക്കുന്നതുവരെ അവിടെ സംസാരിച്ചിരുന്നു. എനിക്ക് ധൈര്യം പകരാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിറ്റേ ദിവസം തന്നെ അവൻ എന്നെയും കൂട്ടി ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ നിന്നും മനസ്സിലായത് നഗരത്തിലെ തിരക്കുള്ള ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് ഒറ്റപ്പെടലിലേക്ക് പോയപ്പോൾ അത് അംഗീകരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് തന്നെ മെനഞ്ഞുണ്ടാക്കിയ ചില തോന്നലുകളാണ് ഇതുമെന്നുമാണ്. അപ്പോൾ ഞാൻ കേട്ട ആ ഒരു ഓഡിയോ ഫയലിനെ കുറിച്ച് അവരോട് പറഞ്ഞു. അങ്ങനെ വിവേക് വീട്ടിൽ പോയി എൻ്റെ ലാപ്ടോപ്പും ഫോണും എടുത്തുകൊണ്ട് വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ വെച്ച് കേട്ടു നോക്കിയപ്പോൾ ആ ഓഡിയോ ഫയലിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ആ മുറിയിലെ കാറ്റിൻ്റെ ശബ്ദം മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ കേട്ട സ്ത്രീയുടെ ശബ്ദം എവിടെ പോയി എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി. ഞാൻ നേരിട്ടതൊന്നും സത്യമായിരുന്നില്ല. എല്ലാം എൻ്റെ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമായിരുന്നു. ഈ ഒരു സത്യം പകൽ സമയത്ത് എൻ്റെ മനസ്സ് പൂർണ്ണമായി ഗ്രഹിക്കുമെങ്കിലും രാത്രിയാകുമ്പോൾ മനസ്സിൻ്റെ ഏതോ കോണിൽ നിന്നും വീണ്ടും ആ പഴയ ഭയം ഉയർന്നു വരും. ഏകദേശം 3 മാസങ്ങളോളം ആ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയതിന് ശേഷം മാത്രമാണ് എൻ്റെ ഈ ഒരു മാനസികമായ പ്രശ്നം പതിയെ കുറഞ്ഞു വന്നത്. ഏതാണ്ട് 6 മാസം എടുത്തു ഞാൻ പൂർണ്ണമായും പഴയതുപോലെയാകാൻ. പിന്നീടൊരിക്കലും ഏകാന്തമായ ഒരു ജീവിതത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടേയില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നഗരത്തിരക്കുകളെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്.